ആദ്യം സ്മൃതിയിൽ നിന്ന് തുടങ്ങാം. സ്മൃതി, ജലീലിന് പിഴച്ചു. ജലീലിന് പിഴച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതി അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു എന്നുള്ളതിൽ ഈ ചെയ്ത കാര്യത്തിൽ അതിന്റെ ഗൗരവം കൂട്ടുകയാണ്. ഇതെന്തായിരുന്നു പരിപാടി? മണ്ണാർക്കാട് SSLC+2 പരീക്ഷയിൽ A+ നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. ആദരിക്കുന്ന ചടങ്ങിൽ രക്ഷകർത്താക്കളുണ്ട്, നാട്ടുകാരുണ്ട്. അവിടെ കുട്ടികളെ വിളിച്ച് വേദിയിലേക്ക് വിളിച്ചുകൊണ്ട് അവരെ കൊണ്ട് എഴുതിച്ചു നോക്കുന്നു, അവരെ കൊണ്ട് പറയിച്ചു നോക്കുന്നു. അതിൽ തെറ്റുപറ്റുന്നു എന്ന് പറയുമ്പോൾ ചെവിക്ക് പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്, മൈക്കിൽ കൂടി പരസ്യമായി ശാസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അക്ഷരം അറിയില്ല എന്ന പ്രയോഗം നടത്തുന്നുണ്ട്. അഡ്രസ്സ് തെറ്റിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ഹിന്ദിയിൽ A+ കിട്ടിയ കുട്ടികളോട് സംസം എന്ന വാക്കിന്റെ അർത്ഥം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഹിന്ദിയിൽ സംസം എന്നൊരു വാക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. സംസം എന്ന വാക്ക് മറ്റേ പുണ്യജലം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അറബി വാക്കാണ് മനസ്സിലാക്കുന്നത്. ഹിന്ദിയിൽ സംസം എന്നൊരു വാക്കിന്റെ അർത്ഥം അദ്ദേഹം ചോദിക്കുന്നതിന് മറുപടി പറയാറുന്ന കുട്ടികളെ അവിടെ നിന്നും വീണ്ടും ആരും മിണ്ടാതിരുന്നപ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. അതിൽ പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നടത്തുന്ന പ്രതികരണത്തിലായാലും മാധ്യമങ്ങളോട് നടത്തുന്ന പ്രതികരണത്തിലായാലും അദ്ദേഹം പറയുന്നത് അതിന്റെ രക്ഷകർത്താക്കൾക്കോ ഈ കുട്ടികൾക്കോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ്. കുട്ടികൾ അവരുടെ പ്രതികരണം വന്നു, ഞങ്ങൾക്കൊരു അധ്യാപകൻ ശാസിക്കുന്ന പോലെ തോന്നിയിട്ടുള്ളൂ, അങ്ങനെ അത് ഒരു പക്ഷെ അവരെ കൊണ്ട് പറയിച്ചതായിരിക്കാം. ഇതൊക്കെ അതിലപ്പുറം അവർക്ക് തോന്നിയോ ഇല്ലയോ എന്നുള്ളവരെ അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്കതിന് യോഗ്യതയില്ല എന്ന് പറയുന്നത് കൂടിയാണ് ആ പ്രതികരണം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് സ്മൃതി പറഞ്ഞു വെക്കുന്നുണ്ട്. ജലീലിന് പിഴച്ചു എന്നുള്ളതില് ഇപ്പൊ ജലീലിന് അതുപോലെ കൃമികീടങ്ങൾക്ക് മാത്രമേ മറുവാദമുള്ളൂ. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ജലീൽ ചെയ്തത് ചെറ്റത്തരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, അല്ലെ? ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരാളെ അനുമോദിക്കാൻ വിളിച്ചിട്ട് അയാൾ അവിടെ അനുമോദിക്കാൻ ഇയാൾ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ ഇയാൾ അനുമോദിക്കാൻ യോഗ്യനാണോ എന്ന് പരിശോധിച്ച് കണ്ടെത്തിയതിനു ശേഷം അനുമോദിക്കാം എന്ന് പറയുന്നത് പോലെയാണ് ജലീൽ കാണിച്ച പ്രവൃത്തി, അല്ലെ? അതല്ലേ? അപ്പൊ ഇത് ഒരു ആക്സിഡന്റലി ഉണ്ടായ സംഭവമാണ്, അവിചാരിതമായി അല്ലെങ്കിൽ ബോധപൂർവമല്ലാതെ സംഭവിച്ചതാണ് എന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം എന്താ? ജലീൽ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് രക്ഷിതാക്കൾ പിന്നോട്ടിരിക്കും, വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവാ, എനിക്ക് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ പ്ലാൻ ആണല്ലോ, ഇത് പ്ലാൻ ചെയ്തതാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വേദിയിലേക്ക് വിളിച്ചു വരുത്തിച്ചത്, അഡ്രസ് എഴുതിപ്പിച്ചത്, അല്ലെങ്കിൽ ഹിന്ദിയിൽ ചോദ്യങ്ങൾ ചോദിച്ചത്, സംസം എന്ന അറബി വാക്കിനെ ഹിന്ദിയാക്കി മറിച്ചത് ഒക്കെ അതിന്റെ ഭാഗമാണല്ലോ. അപ്പോ സംസം എന്ന് പറയുന്ന അറബി വാക്കിനെ ഹിന്ദിയാക്കി മറിച്ചിട്ട് അതിനെ ഹിന്ദിയിൽ അതിന്റെ അർത്ഥം ചോദിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊന്നും ബോധപൂർവമല്ല എന്ന് പറഞ്ഞാൽ ഇത് ശരിയാവില്ല. പിന്നെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തിയത് എന്തിനാ? അനുമോദിക്കാനാ, അല്ലെ? അനുമോദിക്കാൻ വിളിച്ചു വരുത്തിയിട്ട് ആ വിദ്യാർത്ഥികളെ നിങ്ങൾ അനുമോദിക്കണമെങ്കിൽ നിങ്ങളുടെ യോഗ്യത ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം, ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അതിനുശേഷം അനുമോദിക്കാം എന്ന് പറയുന്ന ചെറ്റത്തരമല്ലേ? അതല്ലേ ജലീൽ കാണിച്ചത്? അപ്പോ ഈ പറയുന്ന ജലീൽ തൊട്ടിത്തരം കാണിച്ചിട്ട് പിന്നെയും ന്യായീകരിക്കുകയാണ്. പിന്നെയും ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് അധിക്ഷേപങ്ങളിലേക്ക് പോവുക, വംശീയ അധിക്ഷേപങ്ങളിലേക്ക് പോവുക, മലപ്പുറത്തെയും മലപ്പുറത്തിന്റെ ഭാഷയെയും വരെ അധിക്ഷേപിക്കുക, മലപ്പുറത്ത് ജനപ്രതിനിധികളെ അധിക്ഷേപിക്കുക, അല്ലേ? എന്നാ ഈ പറയുന്ന എരപ്പൻ അതിനേക്കാൾ വലിയ മലപ്പുറത്തെ ഭാഷ കൊണ്ടു നടക്കുന്ന വ്യക്തിയാ. ഇപ്പൊ ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വെച്ചു. അവിടെ ഓലിന്നും ഇവരിക്കും ഇജ്ജുന്നും ഒക്കെ ജലീലിന്റെ ഭാഷയിൽ വരുന്നുണ്ട് സംസാരത്തില്. അപ്പൊ ജലീൽ ചോദിച്ചാൽ എന്താ? മുതിർന്നിട്ടും ഈ ഭാഷകളൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ ജലീൽ ഇപ്പൊ മുതിർന്നിട്ടില്ല എന്നാണോ ജലീൽ സ്ഥാപിക്കാൻ പോകുന്നത്? അപ്പൊ എന്താണെങ്കിലും ജലീൽ തൊട്ടിത്തരം കാണിച്ചിട്ട് ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ കാര്യത്തില് ഞാനിപ്പോ ഇവിടെ സ്മൃതിയുടെ ഒരു ബൈറ്റ് നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം, ഈ കാര്യത്തില് ജലീലിനും കൃമികീടങ്ങൾക്കും മാത്രമേ മറുവാദമുള്ളൂ. മറ്റുള്ള ഇത് കണ്ടവർക്കും ഇത് കേട്ടവർക്കും ജലീല് അധിക്ഷേപിച്ചു എന്നുള്ള കാര്യത്തില് ഒരു തർക്കമില്ല.
എന്നിട്ട് ഉളുപ്പില്ലാതെ ഇരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാരാകുമ്പോ ഇച്ചിരി ഉളുപ്പ് വേണ്ടടോ. അത് മനുഷ്യന് മാത്രമുള്ളതാണല്ലോ. ഈ ഉളുപ്പ് മറ്റുള്ള ജീവികൾക്കൊന്നും ഇല്ലല്ലോ. ഈ മനുഷ്യനുണ്ടാവുന്ന ഉളുപ്പ്, അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ആ ഉളുപ്പ്, അത് അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു അല്പനായി എരപ്പൻ ജലീൽ മാറി എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഇവൻ ചെയ്ത ചെറ്റത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ മോശമാക്കി കാണിക്കുക. മറ്റുള്ളവരെ സംസാരം അതൊക്കെ വലിയ മോശത്തരാണ്, നിങ്ങളെല്ലാം അച്ചടി ഭാഷയിൽ സംസാരിക്കണം. എന്നാ ഈ എരപ്പനോ, എന്നാ ഈ പറയുന്ന എരപ്പനോ, ഇവൻ അച്ചടി ഭാഷയിലാണോ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത്, ജലീൽ നടത്തിയത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തലേന്ന് രാത്രി പാത്തുമ്മക്കുട്ടി പറഞ്ഞു കൊടുത്തതാണോ എന്നുള്ളൊരു ഡൗട്ടും കൂടി എനിക്കുണ്ട്, തലേണ മന്ത്രമായിട്ട്. എന്താണെങ്കിലും തലേന്ന് രാത്രി മണ്ണാർക്കാട്ടെ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ ജലീൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രസംഗം തുടങ്ങുമ്പോൾ രക്ഷിതാക്കളെ പിടിച്ച് പിന്നിലോട്ട് മാറ്റിയത്, വിദ്യാർത്ഥികളെ മുന്നിലോട്ട് കൊണ്ടുവന്നത്, വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ചത്, ഒക്കെ ചെയ്തത് അല്ലെ. എരപ്പൻ കാലാകാലങ്ങളായിട്ട് എന്തോ വലിയ, ഞാൻ എന്തോ വലിയ പണ്ഡിതനാണെന്നാ വിചാരിക്കുന്നത്. എന്നാ ഈ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെയാണല്ലോ. ഈ പാണ്ഡിത്യം ഉള്ള ആൾക്കാര് ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലെ ബഹുഭാഷാ പണ്ഡിതന്മാരായിട്ടും അല്ലാത്തവരായിട്ടും ഓരോ മേഖലകളിലും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് വലിയ എന്താ പറയേണ്ടത്, കഴിവുകളുള്ള പ്രഗത്ഭരായ ആളുകളുണ്ട്. ഇവരൊന്നും കാണുന്ന ആളുകളൊക്കെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ടെസ്റ്റ് അടിക്കലല്ല. അവർ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കും. മനസ്സിലാക്കി കൊടുക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കും. അതല്ലാതെ ആളാകാൻ വേണ്ടിയുള്ള ഇത്ര എളുപ്പത്തിലൊന്നും ഈ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തില്. എണ്ണിയാൽ തീരാത്ത പണ്ഡിതന്മാര്, പല മേഖലകളില് കഴിവ് തെളിയിച്ചിട്ടുള്ള, സ്കില്ല് ഉള്ള, ടാലന്റഡ് ആയിട്ടുള്ള, അവഗാഹമുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരാരും ഇത്ര അല്പത്തരം കാണിച്ചില്ല. എന്നാൽ ഈ അല്പൻ കാണിക്കുന്നതാണിത്. അവിടെയാണ് ഈ വിഷയം വരുന്നത്, മനസ്സിലായില്ലേ? അല്പന് ബുദ്ധിയുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇവന്റെ എന്തൊക്കെ വാദങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതാ. ഈ വാദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ അല്പം കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, അറബിയാള് നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒലക്കേടെ മൂട്. ഇവന്റെ വിചാരം എന്താ, കേരളത്തിലുള്ള മനുഷ്യരൊന്നും ഈ അറബികളായിട്ടുള്ള, അറബ് വംശജരായിട്ടുള്ള ആളുകളെ മലയാളികൾ കണ്ടിട്ടില്ല എന്നാണോ ഇവൻ കരുതുന്നത്? ഞാൻ ഇവന്റെ വർത്താനം കേൾക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഇത്രയും കാലോ ഇതൊന്നും നമ്മൾ കേട്ടില്ലല്ലോ, ഇത്രയും അറബികൾക്കിടയിൽ ജീവിച്ചിട്ട് നമ്മളിതൊന്നും കേട്ടില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു പോവാണ്. അറബി പറയും അത്രേ, നല്ല ഭക്ഷണം കഴിച്ചാൽ എന്തൊരു അല്പത്തരാണോ ഇവന്റത്. എന്നിട്ട് ആ കുട്ടികളെ അപമാനിക്കണമെന്ന് ഇവൻ പർപ്പസ്ഫുള്ളി, അത് ആക്സിഡന്റലി സംഭവിച്ചൊരു കാര്യമില്ല, പേർപ്പസ്ഫുള്ളി അത് ചെയ്തതാണ്. അങ്ങനെ പേർപ്പസ്ഫുള്ളി അത് ചെയ്തിട്ട് ഇവൻ അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാ? മറ്റുള്ളവരെ അധിക്ഷേപിച്ചിട്ട്. ഒരു തെറ്റിനെ, ഒരു അധിക്ഷേപത്തെ, ഒരു അപമാനിക്കലിനെ, ഒരു ഇൻസൾട്ടിങ്ങിനെ വീണ്ടും ന്യായീകരിക്കുന്നത് മറ്റുള്ളവരെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ട്. എന്നാ ഈ എരപ്പൻ ഇവനെല്ലാം തികഞ്ഞോനായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇവൻ തികഞ്ഞോനാണോ? ഇവനെ വലത്തെ കൈ തന്നെ ഇല്ലടോ. എന്നിട്ടാ ഇവനെ വലത്തെ കൈയിലെ ഒരു ചെറുവിരലില്ലാത്തവനെ കളിയാക്കുന്നത്. ചെറുവിരലില്ലാത്തവനെന്നും പറയാൻ പറ്റില്ല, വലത്തെ കൈയിലെ ചെറുവിരലിലെ നഖമില്ലാത്തവനെ കളിയാക്കുന്നത് ആരാണ്? ഈ വലത്തെ കൈ ഇല്ലാത്തവനെ. ഇവന്റെ ഭാഷയില് ഞാനിപ്പോ അവന് ചെറുവിരലില്ല അല്ലെങ്കിൽ ചെറുവിരലിൽ നഖം ഇല്ല എന്നല്ല പറയുന്നത്, ഇവന്റെ ഭാഷയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ എന്തുമാത്രം അല്പനാണ് ഇവൻ, അല്ലേ? അപ്പോ ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു? ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ ചില പോസ്റ്റുകൾ കാണുന്നത്. അപ്പൊ അതിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, പിന്നെ നമ്മളെ കുറ്റിപ്പുറത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ഒരു പത്ര കട്ടിങ്ങാ. കുറ്റിപ്പുറത്ത് അട്ടിമറി, പി.കെ. കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ടു, കെ.ടി. ജലീൽ അട്ടിമറി വിജയം നേടി എന്നുള്ള ഒരു പത്ര കട്ടിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതില് ഒരു എരപ്പൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? എന്താണ്? കുറ്റിപ്പുറത്ത് തോറ്റതിന്റെ
കുരുപൊട്ടലാണ് ലീഗുകാർക്ക് ഇപ്പോഴും. ഇത് കുറ്റിപ്പുറത്ത് തോറ്റല്ല, ഇത് തവനൂരിൽ അൽപ്പൻ 8 നിലയിൽ പൊട്ടിയതിന്റെ എല്ലാ നെറികെട്ട കളികളും തവനൂരിൽ കളിച്ചിട്ടും VS ജോയിയെ പരാജയപ്പെടുത്താൻ അൽപ്പൻ എല്ലാ കളികളും കളിച്ചിട്ടും 8 നിലയിൽ പൊട്ടി പാത്തുമ്മക്കുട്ടിയും KT ജലീൽ എന്ന് പറയുന്ന എരപ്പനും പെരയിലിരിക്കേണ്ട ഗതികേടുണ്ടായപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ അൽപ്പന്റെ മൂലം കടച്ചിൽ എന്നുള്ളതാണ്. ആ മൂലം കടച്ചിൽ ഒരു മറുമരുന്നായിട്ടാണ് എവിടെ പോയത്, നമ്മളെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയത്. മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു ആശ്വാസം കാണുന്നില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ചില സൂക്കടൊക്കെ വന്നു കഴിഞ്ഞാല് എല്ലാ മരുന്നും ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഈ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ ഈ മൂലം കടച്ചിലിനുള്ള ഒരു മറുമരുന്നായിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത്. കെട്ടിയോനും കെട്ടിയോളും രണ്ടാളും ഒരുമിച്ചെടുത്തിട്ടും മൂലം കടച്ചിലിന് ഒരു കുറവുമില്ല. എന്താ കാര്യം കാവും പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഇറങ്ങിയ അപ്പൊ തിരിയാനും അറിയാനും പറ്റുന്നില്ല. എന്തിനാ ഒരു മീൻ വാങ്ങാൻ പോലും പോകാൻ പറ്റുന്നില്ലെന്ന്. എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല്? ഈ അല്പത്തരം എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാ, മനസ്സിലായില്ലേ? അതല്ലെങ്കിലും അങ്ങനെയല്ല ഉണ്ടാവുള്ളൂ. ഇതിപ്പോ വലിയ ടൈറ്റ് ഫൈറ്റ് ഒക്കെ കാഴ്ച വെച്ചിട്ട് അവസാന റൗണ്ടില് ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെ നടത്തിയിട്ട് അവസാന റൗണ്ടില് പരാജയപ്പെട്ടതായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിപ്പോ അതുമല്ലല്ലോ. 6ാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും അൽപ്പന് ബോധ്യമായിട്ടുണ്ട്. അൽപ്പൻ 11:30 മണിക്ക് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടല്ലോ, പരാജയം സമ്മതിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ മൂലം കടച്ചില്. അപ്പൊ അൽപ്പൻ ഒരു കാര്യം അറിയാം, എന്താണ്? തവനൂരില് ഈ പറയുന്ന തോൽവിക്ക് കാരണം അത് ലീഗുകാര് മാത്രാണ്. ലീഗിന്റെ കുട്ടികളെ ഇറങ്ങി അങ്ങോട്ട് പണിയെടുത്തതിന്റെ ഫലമാണ് തവനൂരിൽ കണ്ടത് എന്നുള്ളത് അൽപ്പന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് അൽപ്പന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒക്കെ വന്നപ്പോ കുറെ ദിവസം കാവുമ്പത്തെ ചായപ്പൊടിയെ തന്നെയായിരുന്നു. മൂപ്പര് രാവിലെ പീടി ഉറക്കുക. കാക്ക പീടി ഉറക്കണത് സുബേഷ്കാരൻ കഴിഞ്ഞിട്ട് മൂപ്പര് പീടി ഉറക്കും. മൂപ്പര് പീടി അങ്ങോട്ട് തുറന്ന് സമാവറ് കത്തിക്കുമ്പോഴേക്കും അൽപ്പന അവിടെ എത്തി. ആ ഇരുത്തങ്ങോട്ട് ഇരുന്നാ പിന്നെ എനിക്ക് പോണത് ഉച്ചക്ക് ചോറുന്നാനാവുമ്പോ. എന്നിട്ട് പോയാ പിന്നെ 3-3:30 ആകുമ്പോഴത്തേന് വീണ്ടും തിരിച്ചു വരും. പിന്നെ ആ ഇരുന്ന വൈകുന്നേരം വീടിയ കൂട്ടുന്ന വരെ ഒറ്റ ഇരുത്താ. ആ ഇരുത്തം സഹിക്ക വയ്യാണ്ട് ഈ പറയുന്ന കാവുമ്പത്തെ ചായപ്പീടിയിൽ വരുന്നവരൊക്കെ കുത്താൻ തുടങ്ങി. കാരണം ഇവനെ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഉണ്ടാവും സഹിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒന്ന്. അതുപോലെ ഇവന്റെ കാര്യം ഇങ്ങോട്ട് സഹിക്കാൻ പറ്റൂല. കാരണം തൊള്ളയിലെ നാവ് അത്രമാത്രം ഉപദ്രവകാരിയാ. അങ്ങനെ സഹിക്കാൻ പറ്റാണ്ട് അവിടുന്ന് എല്ലമ്പാടെ അങ്ങോട്ട് കുത്തി പുറത്താക്കിയതാ. എന്നിട്ടാണ് പിന്നെ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തത്. ഇത് വേറെ പ്രശ്നമുണ്ടെന്നേ. കാരണം ഇരിക്കാൻ കസേര ഉണ്ടായോന് ഈ കസേര ഇല്ലാതായി കഴിഞ്ഞാൽ വലിയ ഇടങ്ങാറാ, മനസ്സിലായില്ലേ? ആ കസേര നഷ്ടപ്പെട്ട വലിയ ഇടങ്ങാറാ. അത് പാത്തുമ്മക്കുട്ടീന്റെയും കാര്യം അങ്ങനെ തന്നെ, ഈ എരപ്പന്റെ കാര്യം അങ്ങനെ തന്നെ. അവിടെ നിന്ന് തുടങ്ങിയ മൂലം കടച്ചിലിന് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ല. അവിടെ പിന്നെ തുടങ്ങിയതാണ് ഈ അപമാനിക്കല്, അധിക്ഷേപിക്കല്. എല്ലാം തികഞ്ഞോന്ന് ഓന്റെ വിചാരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടിയാളെ നാണം കെടുത്തി ഇവൻ ആരാന്ന്. എന്നാ പിന്നെ ഇവൻ ചോദിക്കണേല് വല്ല കയമ്പുണ്ടെങ്കിൽ അതുമില്ലല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കിയല്ലേ ഭൂലോക പൊട്ടൻ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുക. അതല്ലേ ഇവൻ ചെയ്തത്. എന്നിട്ട് അതിന് ന്യായീകരണം ഇവനും ഇവന്റെ കൃമികീടങ്ങളും. എരപ്പന്മാര്